രക്ഷിക്കോ, വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നേ, രക്ഷിക്കോ. കുഴി ഇടുന്നത് എന്റെ ട്യൂബേട്ടനായിരുന്നു. ഇപ്പൊ ഞങ്ങള് മുങ്ങിച്ചാവാൻ പോകണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കോ, വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നു, രക്ഷിക്കണേ. താങ്ക് യു ചേട്ടാ, ഞങ്ങള് രണ്ടുപേരും മുങ്ങി ചാകുന്നേന്ന് രക്ഷിച്ചു. ഞാൻ രക്ഷിച്ചോ? അതെപ്പോ? ചേട്ടൻ അറിയത്തില്ല, പക്ഷെ ഞങ്ങളെ രക്ഷിച്ചു. ഞാനും ലട്ടയും സ്വപ്നത്തിൽ അമേരിക്ക ചുറ്റി കാണുമായിരുന്നു. എത്ര വലിയ വലിയ കെട്ടിടങ്ങളാണ് അവിടെ എന്ന് അറിയാവോ? കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കി കഴുത്ത് നീണ്ട് കെട്ടിടത്തിനെ ചുറ്റി തിരികെ വന്നു. ഒരു കാര്യം പറയോ, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വപ്നം എങ്ങനെയാ കണ്ടത്? സംഭവിച്ചത് എന്താണെന്നറിയോ? ലട്ട സ്വപ്നത്തിൽ അമേരിക്ക പോയപ്പോ ഞാനും അവിടെ എത്തി. അങ്ങനെ ഞങ്ങള് കണ്ടുമുട്ടി. എന്നിട്ട് അവിടെയൊക്കെ ചുറ്റി. എന്നാ ഒരു കാര്യം പറയട്ടെ, സ്വപ്നം സത്യമാവാൻ പോന്നു. ഇത് കണ്ടോ, എന്റെ അമ്മാവൻ നമുക്ക് 3 പേർക്കും അമേരിക്ക കാണാനുള്ള ടിക്കറ്റ് അയച്ചിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ അമേരിക്ക കാണാൻ പോകുന്നു. അതിന് യഥാർത്ഥത്തിലല്ല, പ്ലെയിനിലാ പോന്നെ. നിന്റെ ഈ ലോക്കൽ ഭാഷയും ചളി തമാശയും അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് മറന്നേക്ക്. അവിടുത്തെ ഡ്രൈവർക്കും പൂന്തോട്ടക്കാരനും വേലക്കാരനും നമ്മളെക്കാളും ഇംഗ്ലീഷ് അറിയാം. ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരു ഗൈഡിനെ വെക്കാന്നേ. ഗൈഡിനെ വെക്കാന്ന് അവനോട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതുകൊള്ളാലോ, എല്ലാ കാര്യം ഞാൻ തന്നെ ചിന്തിക്കണം, നിങ്ങൾ കൂടെ ചിന്തിക്കേ. ഈ വടി പോലുള്ള എന്റെ തലയ്ക്ക് പേരെ എത്രമാനം കയറ്റും. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ 2 വാക്കേ അറിയൂ. ഏതൊക്കെ? ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് വേർഡ്. ഒരു ഐഡിയ ഉണ്ട്. ന്യൂസ് പേപ്പറിൽ നോക്കി നമുക്കൊരു ഇംഗ്ലീഷ് ഗുരുവിനെ കണ്ടെത്തിയാലോ, അല്ലേ? ചേട്ടാ, ആ പത്രക്കാരൻ പയ്യനെ ഒന്ന് വിളിക്കാവോ? ഇപ്പൊ വിളിക്കാം. ഞാനാണ് പത്രം, എല്ലാവരുടെയും മിത്രം. ലോകത്തിലെ കാര്യങ്ങൾ മുഴുവനും എനിക്കറിയാം. തല മുതൽ കാല് വരെ, നഗരം മുതൽ ഗ്രാമം വരെ. ഇന്നത്തെ ചൂടുള്ള വാർത്ത, മുയലിന്റെ കൊമ്പ് കാണാതെ പോയി. അതിന് മുയലിന് കൊമ്പില്ലല്ലോ, അപ്പൊ പിന്നെ മോഷണവും നടക്കത്തില്ല. അയ്യോ, പണി വളിലോ, മുയലിന് കൊമ്പില്ല, പണിയായല്ലോ. കയ്യിലാണെ മണിയില്ല, പണിയായല്ലോ. നീയാണെ വലിയൊരു കെണിയായല്ലോ. നടക്കട്ടെ, നിങ്ങളുടെ പണിയും മണിയും കെണിയും എല്ലാം നടക്കട്ടെ. ഇംഗ്ലീഷ് ടീച്ചറിനെ അടുത്ത വർഷം വിളിക്കാം. എന്റെ പേജ് നമ്പർ 3 പരസ്യം പതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജോലിയായിട്ടില്ല, അതുകൊണ്ട് ഫ്രീ ടൈമിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. എനിക്ക് അടുത്ത വീട്ടിൽ വാർത്ത എത്തിക്കണം, കാരണം അയാളുടെ വീട്ടിൽ TV ഇല്ല. ബൈ. ആ ഇംഗ്ലീഷുകാരൻ ചേട്ടൻ വൈകിട്ട് ആൽമരത്തിന്റെ ചോട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ. ഇത്രയും വലുതായിട്ട് കുട്ടികളുടെ കാലം തന്നെ തൊട്ട് നമസ്കരിക്കുന്നേ? നോ 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 നോ. ചിലപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ആയിരിക്കും. നോ 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 നോ. ഇദ്ദേഹം പറയുന്നത് എത്രത്തോളം ഇംഗ്ലീഷ് പഠിച്ചാലും മണ്ണിനോട് ചേർന്ന് ജീവിക്കണമെന്നാണ്, അല്ലേ? എന്താ ശരിയല്ലേ? നോ 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 നോ. ഓരോ നേരമായി ഹിന്ദിയിൽ നൗ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാല്ലേ. ഇനി പറയോ, Oh my god of the English University mug of the Volga Jasti Acho Acho Acho. I am trying to say that my life has gone in the university of the countries. ആഹാ, അടിപൊളി. ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഇത്ര സ്പീഡുള്ള ഇംഗ്ലീഷ് കേട്ടിട്ട് നല്ല രസമുണ്ട്. ഇംഗ്ലീഷ് ബുള്ളറ്റ് ട്രെയിനിൽ വന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഇംഗ്ലീഷ് ഇത്ര സ്പീഡിൽ എന്റെ മൊബൈൽ അങ്കിളും പറയുമായിരുന്നു. അതെങ്ങനെയാ? പതുക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ട് കേൾക്കും. അപ്പൊ ഫാസ്റ്റ് ആവൂല്ലേ? ജോലിയല്ല, ഗോളി. ഗോളി എന്നാ എന്റെ പേര്. ഇതാണ് എന്റെ കൂട്ടുകാര് ലട്ടയും ഗുണ്ടുവും. ഓക്കെ, ഗുഡ് മോർണിംഗ്, നൈറ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ ഓഫ് ദി ലെറ്റ്സ് ബിഗിനിങ് ദി ക്ലാസ്. അയ്യോ, നിങ്ങൾ പഠിപ്പിക്കുന്നതാണോ പറയുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞത് ക്ലാസ് തുടങ്ങാമെന്നാണ്. നീ പറഞ്ഞേ, ആ നടുക്കിരിക്കുന്ന ആള് പറഞ്ഞേ, ഇംഗ്ലീഷിനെ കുറിച്ച് എന്തറിയാം? ഒരു തവണ ഞാൻ ഇംഗ്ലീഷ് എക്സാമിൽ തോറ്റപ്പോ എനിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി. തോറ്റപ്പോ എനിക്ക് എങ്ങനെ ചോക്ലേറ്റ് കിട്ടി? ഞാൻ വാങ്ങിച്ചു. കടക്കാരന് ഞാൻ പാസ്സായാലെന്താ, ഫെയിൽ ആയാലെന്താ? ഈ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അയാൾ ബിസിനസ് എങ്ങനെ നടത്തും?
എന്റെ ഇംഗ്ലീഷ് മഹാമോശമാണ്. ഹായ് ഹലോ പറഞ്ഞാൽ തന്നെ തല കറങ്ങും. അത് ഇംഗ്ലീഷ് മോശമായതുകൊണ്ടല്ല, നീ മോശമായതുകൊണ്ടാ. യു നോട്ടി നോട്ടി കുട്ടി ഡേറ്റി ഫെല്ലോസ്, യു വിൽ ടേക്ക് ലോങ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്. മനസ്സിലായോ? അടിപൊളി, ഞങ്ങളെ പുകഴ്ത്തി പറയാനല്ലേ. നിങ്ങൾ 3 പേർക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. എന്തായാലും ക്ലാസ്സിൽ 3 കുട്ടികളുള്ളത് നന്നായി. എക്സാമിന് ലാസ്റ്റ് വന്നാലും 3ാമത്തെ പൊസിഷൻ കിട്ടും. എല്ലാരും ബുക്ക് എടുക്കൂ. A for apple, A for apple. ഇപ്പൊ ആപ്പിൾ കഴിക്കാനുള്ള മൂടൊന്നുമില്ല. A4 അനാരത്ത് പഠിപ്പിക്കേ. Are you out of your mind? അനാറിന് ഇംഗ്ലീഷിന് പോമഗ്രാനറ്റ് എന്നാ പറയുന്നത്. എന്നാൽ ആദ്യം പഠിപ്പിക്കേ. P4 പൊമഗ്രാനറ്റ് ആന്റി. ഇടമണ്ട് പോമജിന്റെ ആന്റി അല്ല, പോമഗ്രാനേറ്റ്, പോമഗ്രാനേറ്റ്, പോമഗണ്ടി. ഇത്രയും കട്ടിയുള്ള വാക്ക് പറഞ്ഞപ്പോ തന്നെ എന്റെ നാക്ക് കട്ടായി. P4 പോമഗ്രാനറ്റ് വരുമ്പോ അത് പഠിപ്പിക്കാം. ഇപ്പോ A4 ആപ്പിൾ പഠിപ്പിക്കാം. അതിനിപ്പോ ആപ്പിൾ വന്നില്ലല്ലോ. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ പഠിപ്പിക്കുന്നേ? ആദ്യം ആപ്പിൾ എടുത്തോണ്ട് വാ, എന്നിട്ട് പഠിപ്പിക്കേ. എനിക്കിപ്പോ ചേട്ടന്റെ മുഖം ആപ്പിള് പോലെ തോന്നുന്നുണ്ട്. നല്ല ചുവന്ന് തുടുത്തിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ശിക്ഷ തരാം. ലെറ്റർ പറയൂ. ബാറ്റ്സ്മാൻ 6 അടിക്കുമ്പോ അമ്പയർ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇങ്ങനെ. അങ്ങനെ ഒരു 6 മണിക്കൂർ നിൽക്കുക. അതാണ് നിന്റെ ശിക്ഷ. തെറ്റ് ചെയ്താൽ ലാത്തി കൊണ്ടാ ശിക്ഷ കൊടുക്കുന്നത്. ഇവിടെ ലാത്തിക്ക് തന്നെ ശിക്ഷ കിട്ടുവാണല്ലോ. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയ നിന്റെ തലയിൽ തുണി കെട്ടിവെച്ച് നിന്നെ ഹാൻഡിലുള്ള ഒരു പോച്ചയാക്കും. ഗോലി പറയൂ. ജിക്ക് മുമ്പിൽ എന്താണ് വരുന്നത്? ബാപ്പു. ജിക്ക് മുമ്പില് ബാപ്പു ആണ് വരുന്നേ. ബാപ്പുജി. ഉത്തരം തെറ്റാണ്. ഇതുപോലും അറിയില്ലേ? ജിക്ക് മുമ്പിൽ എ ആ വരുന്നത്. AG. ആൻസർ റോങ്. ജിക്ക് മുമ്പിൽ F ആണ് വരുന്നത്. എ എന്താ അതിന് ശേഷമാണ് വരുന്നത്, അതിന് മുന്നിലല്ലേ വരുന്നത്. Again wrong answer. The whole university is the blood of the Milky Way. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. പറയൂ, ഫുട്ബോളിന്റെ കിക്ക് എങ്ങനെയാ അടിക്കുന്നത്? സ്റ്റാച്ചു. അങ്ങനെ തന്നെ 1.5 മണിക്കൂർ നിൽക്ക്. അതാണ് നിനക്കുള്ള ശിക്ഷ. ഇതെന്താ പഠിപ്പിക്കുന്ന ആള് തന്നെ ചീറ്റിംഗ് ചെയ്ത് ശിക്ഷ തരുന്നോ? ഗോലി യു യു വെച്ചിട്ട് ഉമ്മറില്ല. മണ്ട, യു വെച്ചിട്ട് പറയാനല്ല പറഞ്ഞത്. യു എന്ന് പറഞ്ഞ നീ പറയൂ. ഓ വെച്ചിട്ട് എന്താ വരുന്നത്? അത് സാഹചര്യം അനുസരിച്ചിട്ടാ. ഉദാഹരണത്തിന് ഒരു കടക്കാരനെ വിളിക്കണമെങ്കിൽ ഓ കടക്കാരാന്ന് വിളിക്കാം, അപ്പൊ അയാള് ഓടിയെത്തും. മിഠായി വാങ്ങിയിട്ട് വരണമെങ്കിൽ ഓ പയ്യാന്ന് വിളിക്കണം, അപ്പൊ അയാള് മിഠായി കൊണ്ടുവരും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാ ഇത് ഏയിലും നടക്കും. പയ്യ മുട്ടായി എടുത്തോണ്ട് വാ. നോ. എന്തോന്നു? ആ പയ്യൻ സാധനം വാങ്ങിക്കൊണ്ട് വരും. അവൻ എന്റെ വേലക്കാരനാ. ഇല്ലെങ്കിൽ ഞാൻ അവന്റെ കരണം പൊളിക്കും. യുവർ ഇംഗ്ലീഷ് ഈസ് വീക്കസ്റ്റ്. ഇപ്പൊ നിനക്ക് ശിക്ഷ തരാം. പറ, മുട്ടാര് തരണേ. ഓഹോ, എന്റെ അടുത്താണോ കളി? അത് കടക്കാരനാ തരുന്നേ. രാവിലെ കൂകി ഉണർത്തുന്നത് ആരാ? ഞാൻ ഇയർഫോൺ വെച്ച് ഉറങ്ങാറ്. ഇനി പറ. എടാ, ഈ പക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ആരാ? രാഹുൽ. അവൻ എന്റെ വീടിനടുത്തുള്ളതാ. അവൻ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ എടുക്കും. നിങ്ങൾക്കറിയോ മിമിക്രി? ഏത് മൃഗം? കോഴിയുടെ. പെട്ടെന്നാവട്ടെ. കോഴിയാവ് വേഗാവ്. ഇത് വലിയ മാരണമായല്ലോ. യു നോ വാട്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ മോശമാണ്. A for ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ പോലും കേടായി പോവും. അമേരിക്കക്കാരെ പോലും മലയാളം പഠിപ്പിക്കാം, പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അമേരിക്ക വേണ്ട, ചൈനയിൽ പോവാം. അപ്പൊ നമുക്ക് ചിങ് ചൂപ് ചാൻ എന്നൊക്കെ സംസാരിച്ചാൽ മതിയല്ലോ. ഇംഗ്ലീഷ് ഭയങ്കര പ്രയാസ. ഇംഗ്ലീഷിന്റെ കാര്യം വിട്. നമ്മുടെ ഗോലിച്ചേട്ടൻ കുറെ നേരമായി കോഴിയായി ഇരിക്കുവാ. വല്ല മുട്ട ഇടുവോ? എടാ, ഇംഗ്ലീഷ് പഠിക്കുന്നത് കഷ്ടമൊന്നുമല്ല, പക്ഷെ ഇതേപോലുള്ള മാഷുമാരുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കുന്ന കഷ്ടം. എന്ത് ചെയ്താലും ശിക്ഷ തരുവാ. നമുക്ക് 3 പേർക്ക് ഇയാളെ എന്റെ അമ്മാവന് കാണിച്ചു കൊടുക്കുക. എന്നെ കോഴിയാക്കിയില്ലേ, നാളെ ഇയാളെ ആടാക്കും. ചേട്ടാ, ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് ഇത്രയും മതി. നാളെ എന്റെ അമ്മാവന്റെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചാ മതി. ഓക്കെ, ഐ വിൽ കം. ഇനി എന്ത് ചെയ്യും? ഇയാള് പറയുന്ന നാളെ വരില്ലെന്നാ. എടാ, ഞാൻ പറഞ്ഞത് നാളെ വരാന്നാ. നാളെ വന്നേക്ക്. 2 ഗ്ലാസ് വെള്ളം വെച്ചേക്കാം. ഒന്ന് അതിഥി സൽക്കാരത്തിന്, ഒന്ന് ബോധം കെട്ട് വീഴുമ്പോ മുഖത്ത് വെള്ളം തളിക്കാൻ. ലെട്ടാ, ഗുണ്ടു, ഇതാണ് എന്റെ അമ്മാവൻ. അമ്മാവൻ മാത്രമാണോ?
അത് മാത്രമല്ല അമ്മാവൻ ഇവിടത്തെ MLA കൂടിയാ. MLA മാത്രമാണോടാ? ആ, പേരെന്താ? അതിന് ഞാൻ പറഞ്ഞു തരണോ? നീ എന്താ വിചാരിച്ച് എന്നെ കുറിച്ചൊന്നും പറയാനില്ലെന്നാണോ? അയ്യോ, ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഓഹോ, അപ്പൊ നീ എന്നെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലേ? ചിന്തിക്കാറുണ്ട് അമ്മാവ, ദിവസം മുഴുവൻ ചിന്തിക്കാറുണ്ട്. ഓഹോ, അപ്പൊ നിനക്ക് വേറെ ഒരു ജോലിയില്ല എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കാൻ? അയ്യോ, ഇത് നല്ലമ്മാവനാണോ അതോ തല്ലമ്മാവനാണോ? ഓരോ വാക്കിനും തല്ലു കൊടുക്കുന്നുണ്ടല്ലോ. നോക്ക്, എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടമല്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നത്, മനസ്സിലായോ? രണ്ടാമത്തേത് ഇങ്ങനെ കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറുന്നതും. ഇന്ന് മുതൽ മൂന്നാമത്തേത് കൊണ്ട് ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ട് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ആ ഡിക്ഷണറി ഇങ്ങോട്ട് വരട്ടെ. ഒരു കാര്യമില്ലാതെ എന്റെ ഗോലി അവൻ കോഴിയാക്കി. ഹലോ എവരിവൺ, റിപ്പബ്ലിക് ഓഫ് ദി റഷ്യ ഓഫ് ദി അണ്ടർഗാർമെന്റ്സ് ഓഫ് ദി വാഷിംഗ് മെഷീൻ. കേറി വരുന്നതിന് മുമ്പ് മേ കമ്മിങ് എന്തുകൊണ്ട് ചോദിച്ചില്ല? വീട്ടിൽ കയറി വരുമ്പോ മേയ്ക്കം ഇന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഓഹോ, എന്റെ വീട്ടിൽ വന്ന് എന്നോട് ചോദ്യം ചോദിക്കുന്നോ? ഓക്കെ ചോദിക്കാം. മേയ്ക്കം ഇൻ. വന്നില്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നേ? ഞാൻ ഒന്നും പറയുന്നില്ലേ. ഒന്നും പറയാൻ നീ എങ്ങനെയാ പഠിപ്പിക്കുന്നേ? ചേട്ടാ, അമ്മാവന്റെ ഇടിയും തൊഴിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിപ്പിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം. ഓക്കെ, തുടങ്ങാം. ഞാൻ ഏത് വാക്ക് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയണം. സോ റെഡി? നോട്ട് റെഡി. ഐ ആം നോട്ട് സ്റ്റാർട്ടഡ്. ഐ ആം സ്റ്റാർട്ടഡ്. നിർത്തൂ. തുടങ്ങൂ. സ്റ്റോപ്പ്. ഗോ. ഓക്കെ സർ, നിങ്ങൾ ജയിച്ചു. നീ തോറ്റു. ആഹാ, ഇത്ര സിമ്പിൾ ആയിരുന്നു ഇത്. ഓ മൈ ഗോഡ്, എനിക്ക് തല കറങ്ങുന്നു. ഇവിടെ വീഴരുത്. ഇവിടെ ഇപ്പോഴാ വൃത്തിയാക്കിയത്. ഇല്ലെങ്കിൽ ബോധം വരുമ്പോ നീ തന്നെ തുടക്കേണ്ടി വരും. കഴുതകളെക്കാളും വലിയ കഴുതകളാ നിങ്ങള്. ഇന്നലെ ശിക്ഷ കിട്ടിയത് ഓർമ്മയില്ലേ? വേഗം കോഴിയെ പോലെ നിൽക്കൂ. ഗോലി കോഴിയാവില്ല. ഞാനുണ്ട് ഇവിടെ, എന്റെ ഗോലിയുമുണ്ട്. എന്നിട്ട് നിനക്ക് പേടിയാവുന്നില്ലേ? ഗോലി എന്റെ മകനെ പോലെയാണ്. ഞാൻ അവനെ തൊട്ടിട്ട് പോലുമില്ല. അവന് ശിക്ഷ കൊടുക്കുന്നെങ്കിൽ എനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ അമ്മാവൻ എന്നെ ഒരുപാട് സ്നേഹിക്കണ്ടെന്ന്? ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇടയ്ക്ക് കയറി പറയാതടാ. കഴിഞ്ഞ തവണ ഒരുത്തൻ ഗോലിയെ തുറിച്ചു നോക്കി. ഞാൻ അവനെ എന്ത് ചെയ്തെന്നറിയാമോ? കണ്ണുകെട്ടി ഹൈവേ കൊണ്ടുവിട്ടു. അത് അവൻ അങ്ങനെ നോക്കിയത് അവൻ താഴെ നിൽക്കായിരുന്നു. ഞാനാണെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിലും. ലോകത്തുള്ള എല്ലാ കുട്ടികളെയും നീ കോഴിയാക്കി കഴിഞ്ഞാൽ കോഴികളെല്ലാം എന്താ ജോലി വിട്ടു പോണോ? നീ ശിക്ഷ കൊടുക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി പഠിപ്പിക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ഇംഗ്ലീഷിൽ MBBS എടുത്തേനെ. MBBS ഇംഗ്ലീഷിലല്ല അമ്മാവാ. പിന്നെ ഇതിലാ? അത് വിട്ടേക്ക്, ചിലപ്പോ ഇംഗ്ലീഷിലായിരിക്കും. Hey, apple of the pink in the body of the right. I apologize. ഇവനൊരു മാറ്റമില്ലല്ലോ. എന്റെ അമ്മാവന് അവന് പേടിയില്ലെന്നാ തോന്നുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞത് ക്ഷമിക്കാനാണ്. അടി വാങ്ങി എന്റെ ഇംഗ്ലീഷ് തന്നെ മാറിപ്പോയി. ഇന്നു മുതൽ ശിക്ഷയില്ലാതെ ഞാൻ പഠിപ്പിക്കും. എന്നോട് ക്ഷമിക്ക്. എനിക്ക് തോന്നുന്നു ഗോലിയെക്കാളും ഇവന്റെ അമ്മാവനോട് കൂട്ടുകൂടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ.